അടുത്ത് പറയാൻ പോണത് ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. ക്യാഷായിട്ട് 2,50,000. അതിൻ്റെ കൂടെ ഫർണിച്ചറും കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ഡെപ്പോസിറ്റ് ചെയ്യാനാണ്. F4 പ്രസ് ചെയ്തിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. RTC പ്രസ് ചെയ്തു. എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. 2 lakh ഡെപ്പോസിറ്റ് ചെയ്യാണ്. ബൈ വിജയ ബാങ്ക്. ഇവിടെ നമ്മളോട് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മെത്തേഡ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ F11 പ്രസ് ചെയ്യാം. F11 പ്രസ് ചെയ്യാം. അതിനകത്ത് ഉണ്ടാകും ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആക്കി കൊടുക്കുക. ഇൻട്രസ്റ്റ് ലാഭം മാത്രമല്ലല്ലോ. ഇപ്പോൾ ലോണിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് തന്നെ ലാഭമാണോ? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇത് പിടിക്കുക, അത് ലോണിന് പിടിക്കാം, നഷ്ടത്തിൻ്റെ പേരിലും പിടിക്കാം. വിജയ ബാങ്ക് ഇവിടെ കണ്ടോ, ഈ ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാകും. അതെന്ത് ചെയ്യാം? എക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ എൻ്റർ അടിച്ച് വരിക. എമൗണ്ടിൽ ക്വസ്റ്റ്യനിൽ എമൗണ്ട് തന്നിട്ടുണ്ട്. റേറ്റ് 3.5% ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ കമ്പനി നമുക്ക് തരുന്ന ലാഭം. ലാഭം മീൻസ് നമുക്ക് തരുന്ന ഒരു എക്സ്പെൻസിന്, ഒരു ഇൻകത്തിന് ഒരു ഡെപ്പോസിറ്റിൻ്റെ പേരിലാണ് നമ്മൾ ശതമാനം വരുന്നത്. കമ്പനിക്ക് ലാഭമായിരിക്കും. പക്ഷെ നമ്മുടെ ബാധ്യതൻ്റെ പേരിലാണെങ്കിൽ അത് കമ്പനിക്ക് നഷ്ടമായിരിക്കും. ഇവിടെ ഡെപ്പോസിറ്റ് അല്ലേ ചെയ്യുന്നത്, ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു 2 ലക്ഷം രൂപ. ഇപ്പോൾ 3.5% അവർ ഇൻട്രസ്റ്റ് നമുക്ക് നൽകുന്നുണ്ട്. 365 ഡേ പെർ ഇയർ, ഒരു വർഷത്തിൽ 365 ദിവസം എന്നുള്ള രീതിയിലാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. വിജയ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ലോൺ എടുക്കുന്നുണ്ട്. RTC പ്രസ് ചെയ്തിട്ട് ലോണ് ലോഡ് കൃഷ്ണ ബാങ്ക്. ഇവിടെ എന്ത് ക്വസ്റ്റ്യൻ ഉണ്ട്? ലോണിന് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനി ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്. എൻ്റർ അടിക്കുക. നമ്മളോട് പറഞ്ഞ റേറ്റ് അനുസരിച്ച് 10% ഇൻട്രസ്റ്റ് നമ്മൾ കമ്പനിക്ക് കൊടുക്കണം. ആരുടെ കയ്യിൽ നിന്നാണോ ലോൺ വാങ്ങിയത് അവർക്ക് 10% ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓരോ മാസം 10%. അങ്ങനെ 365 ദിവസം എന്നുള്ള രീതിയിൽ, ഒരു വർഷത്തിൽ 365 ദിവസം എന്നുള്ള രീതിയിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തു. 3 ലക്ഷം രൂപയാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. ബൈ ക്യാഷ്. ബാധ്യത അല്ലേ അത്? നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിച്ചു. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ഈ 2 എൻട്രി നമ്മൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഒക്ടോബർ 1-ാം തീയതി, ഒക്ടോബർ 1/10 ഒക്ടോബർ 1-ാം തീയതി പോയിട്ട് എന്ത് ചെക്ക് ചെയ്യാം? റിപ്പോർട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് എത്ര ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്, എത്ര ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കാണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണത് റിപ്പോർട്ട്. ഡിസ്പ്ലേയിൽ വരിക. സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാക്കും. അതിൽ വരിക. അതിനകത്ത് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത് എവിടെ കാണിക്കും? ഇൻട്രസ്റ്റ് പേയബിൾ കാണിക്കും. ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയത് എവിടെ കാണിക്കും? ഇൻട്രസ്റ്റ് റെസീവബിൾ കാണിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് റെസീവബിൾ വരിക. നമ്മൾ എത്രാം തീയതി നോക്കേണ്ടത്? ഒക്ടോബർ 1-ാം തീയതിയാണ് നോക്കേണ്ടത്. 1/4 മുതൽ ഒക്ടോബർ 1 വരെ കമ്പനിക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടി, അതേപോലെ 1/4 മുതൽ 1/10 വരെ കമ്പനി എത്ര ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കാണ്ട്. ഈ 2 സംഖ്യകളാണ് നമുക്ക് കണ്ടെത്തണം. Alt F2 അടിക്കുക. 1/4 മുതൽ 1/10 വരെ ഉള്ളതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ അടിക്കേണ്ടത്. ഓട്ടോമാറ്റിക്കലി അവിടെ കാണിച്ചു തരുന്നുണ്ടോ? 3509.59 രൂപ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കമ്പനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത്, അതായത് ലോൺ എടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് Alt F2 അടിക്കുക.
1.4 മുതൽ 1.10 വരെ അടിച്ചു നോക്കാം. എത്ര രൂപ കൊടുക്കാണ്ട്? 15,041 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ലോൺ എടുത്തതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, അഡീഷണൽ കൊടുക്കണം അങ്ങോട്ട്. അപ്പോൾ ഈ 2 എൻട്രിയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഇൻവെൻ്ററി ഇൻഫോയിൽ വരിക. അക്കൗണ്ട് ഇൻഫോ അല്ലെങ്കിൽ ഇൻവെൻ്ററി ഇൻഫോയിൽ വൗച്ചർ ടൈപ്പിൽ ആൾട്ടർ ചെയ്യാം. ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ അത് ഇൻട്രസ്റ്റ് കിട്ടിയത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇൻട്രസ്റ്റ് കമ്പനിക്ക് വന്നത് കാണിക്കാൻ വേണ്ടി ഡെബിറ്റ് നോട്ട്, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കാണിക്കാൻ വേണ്ടി ക്രെഡിറ്റ് നോട്ട്. ഈ 2 നോട്ടുകളാണ് യൂസ് ചെയ്യുക, ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും. അപ്പോൾ ഡെബിറ്റ് നോട്ടിൽ വന്നു, ഞാൻ ഡെബിറ്റ് നോട്ടിന് ആൾട്ടറേഷൻ വരുത്തുകയാണ്. ഒരു നെയിം ഓഫ് ക്ലാസ്സിൽ വരിക, അവിടെ അടിച്ചു കൊടുക്കുക ഇൻട്രസ്റ്റ് റെസീവബിൾ. ഇൻട്രസ്റ്റ് റെസീവബിൾ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാകും, യൂസ് ക്ലാസ് ഫോർ ഇൻട്രസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് എസ് ആക്കി കൊടുക്കുക, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാല്ല. അതേപോലെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കാണിക്കുന്നത് ക്രെഡിറ്റ് നോട്ടിൽ വരിക, നെയിം ഓഫ് ക്ലാസ്സിൽ വന്നിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് പേയബിൾ, ഇൻട്രസ്റ്റ് കൊടുക്കാണ്ട്. ഇതിനും എന്ത് വരും? ആ ക്വസ്റ്റ്യൻ വരും, എസ് ആക്കി കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ ജേണൽ എൻട്രിയിൽ വന്നതിന് ശേഷം 1-ാം തീയതി ഒക്ടോബർ 1-ാം തീയതി നിൽക്കണം. ആൾട്ട് കൺട്രോൾ F8ഉം കൺട്രോൾ F9ഉം ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും F8 കൺട്രോൾ F8. അപ്പോൾ അത് ആക്റ്റീവ് ആക്കി കൊടുക്കുക. F11 ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ആക്റ്റീവ് ആക്കുക. കൺട്രോൾ F9 പ്രസ് ചെയ്യുക. അവിടെ എന്ത് കാണിക്കും? ഇൻട്രസ്റ്റ് റെസീവബിൾ എന്ന് കാണിക്കും. എൻ്റർ ചെയ്ത് പോവാം. ഇനി നമ്മൾ ബൈ വരുന്നത് ബാങ്കിൽ നിന്ന് കൂടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വില വന്നാണ്ടോ? നമ്മൾ അവിടെ കണ്ട ആൻസർ ഇവിടെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളെ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് എൻട്രി പാസ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ പേരിലുള്ള ഇൻട്രസ്റ്റ്. ഇൻഡയറക്റ്റ് ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ഡെബിറ്റ് നോട്ടിൽ എൻട്രി പാസ് ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ഇത് ആക്സെപ്റ്റ് ചെയ്യാം. അതേപോലെ കൺട്രോൾ F8 പ്രസ് ചെയ്യാം. ക്രെഡിറ്റ് നോട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്യാണ്, ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. ടു ലോണിൻ്റെ പേര് ലോൺ കൃഷ്ണ ബാങ്ക്. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വാല്യൂ അവിടെ വരും. എന്ത് ചെയ്യുക? ബൈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്രിയേറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. കമ്പനിക്ക് നഷ്ടമല്ല ലോൺ ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത്. ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പം നേരത്തെ ലോൺ എടുത്തപ്പം 3 ലക്ഷം എടുത്തത് 15,041 രൂപയും കൂടെ എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് കൂടി. അപ്പം അത്രയും സംഖ്യ ഇനി അടക്കാണ്ട്. അതേപോലെ ബാങ്കിൻ്റെ കേസിൽ ബാങ്കിൽ നമ്മൾ 2 ലക്ഷമാണ് ഡെപ്പോസിറ്റ് ചെയ്തത്, ഇൻട്രസ്റ്റ് 3000 സംതിങ് കൂടി. അപ്പോൾ ബാങ്കിൻ്റെ ബാലൻസ് 3 സംതിങ് കൂടെ കൂടി. ഇതാണ് ഏതിൽ ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ രീതി. ഇനി നമ്മൾ ഡിസ്പ്ലേയിൽ പോയാൽ നോക്കാം.